ഹലോ, ജോജിമാസ് കിച്ചൺ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് കുക്കിംഗ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കൂട്ടി നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുന്ന കുറച്ചധികം പണികളാണ്. മെയിനായിട്ട് നമുക്ക് ഈ നോമ്പ് കാലത്ത് പിന്നെ പെരുന്നാൾ, ഇപ്പം നമുക്ക് പെരുന്നാൾ വരാണല്ലോ, അപ്പോൾ പെരുന്നാളിന് മുന്നേ ആയിട്ട് അതും അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് വേഗം ചെയ്തെടുക്കാൻ നമുക്ക് മെയിനായിട്ടും ഈ ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള പൊടികളാണ് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ജുജുമാടെ കുറച്ച് പ്രീ പ്രിപ്പറേഷൻസാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഗരം മസാലയ്ക്ക് വേണ്ടിയിട്ട് നോർമലി നമ്മൾ എടുക്കാറുള്ള ഗ്രാമ്പൂ, ഏലക്ക, കറുവപ്പട്ട, തക്കോലം, ജാതിപത്രി, പിന്നെ ബേ ലീവ്സ്, ഇത്രയും സാധനങ്ങൾ നമ്മൾ ബേസിക്കായിട്ട് എടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ചുമ്മാ കുറച്ച് ഉലുവ ആഡ് ചെയ്യാറുണ്ട്. പിന്നെ കറിവേപ്പില അത്യാവശ്യം ആഡ് ചെയ്യാറുണ്ട്. അത് നല്ലൊരു സ്മെല്ല് തരും. പിന്നെ അത് ഇത്രയും ഐറ്റംസ് നല്ലതുപോലെ ഒന്ന് വറുത്ത് വരുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുരുമുളകും ഒപ്പം തന്നെ പെരിഞ്ജീരകമാണ്. ഈ കുരുമുളകും പെരിഞ്ജീരകവും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ എടുക്കണം. പെരിഞ്ജീരകം ആഡ് ചെയ്യുന്നതാണ് നല്ലൊരു സ്മെല്ല് നമ്മുടെ ഗരം മസാലയ്ക്ക് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മാത്രം കടുക് ആഡ് ചെയ്ത് കൊടുക്കണം. അതും വേറൊരു പ്രത്യേക ഒരു സ്മെല്ല് കൊടുക്കും. ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് വറുത്തിട്ട് അതൊന്ന് ചൂടാറി കഴിയുമ്പോൾ അത് പൊടിച്ചെടുത്തിട്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഇതുപോലെ ചെയ്ത് വെക്കാവുന്നതാണ് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആഴ്ച വരെയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി പെട്ടെന്ന് തൊലി കളയാനായിട്ട് ഇതുപോലെ അതിനെ 2ആയിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് അതിനെ ഒരു പ്ലേറ്റിലിട്ട ശേഷം നല്ലതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ തൊണ്ടെല്ലാം തന്നെ അതിൽ നിന്ന് വിട്ടുപോരും. നമുക്ക് ഈസി ആയിട്ട് വെളുത്തുള്ളിയുടെ തൊലി കളഞ്ഞെടുക്കാം. ഓരോന്നായിട്ട് എടുത്ത് തൊലി കളയുന്നതിനേക്കാളും ഈസിയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുന്നത്. എന്നാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലാതെ നമുക്ക് ഒരുപാട് റെസിപ്പീസ് ഒന്നും ഉണ്ടാക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇതുപോലെ ജോലിക്കൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ സൺഡേസിൽ ഇതുപോലെയൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ ഒരു വീക്കിലെ എല്ലാ കാര്യങ്ങളും കുക്കിങ്ങിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ നമുക്ക് ഒരു ചോപ്പറിലേക്കോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലേക്കോ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് വെളിച്ചെണ്ണയാണ്. ഈ വെളിച്ചെണ്ണ അതല്ലെങ്കിൽ നമുക്ക് വിനീഗറും യൂസ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടാണെങ്കിലും നമുക്ക് കേടുകൂടാതെ ഇരിക്കും. അങ്ങനെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം നമുക്ക് വേറൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് നമ്മളിതുപോലെ ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച നല്ല ഫ്രഷായിട്ട് നമ്മൾ അപ്പം ഉണ്ടാക്കിയെടുത്ത പോലെ ഫ്രഷായിട്ട് നമുക്ക് ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഡെയിലി കുക്കിങ്ങിന് ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് കുറച്ച് നേരം പുറത്ത് വെച്ചതിന് ശേഷം ആ തണുപ്പൊന്ന് മാറുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത ഒരു പണിയാണ് മല്ലിപ്പൊടി ഉണ്ടാക്കി വെക്കുന്നത്. മല്ലിപ്പൊടി ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലുണ്ടല്ലോ, സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മല്ലിപ്പൊടി പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനേ തോന്നില്ല. കാര്യം അതിൻ്റെ സ്മെല്ലും നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന മല്ലിപ്പൊടിയുടെ സ്മെല്ലും തമ്മിൽ വലിയ വ്യത്യാസമാണ്. സ്മെല്ലിൽ മാത്രമല്ല ടേസ്റ്റിലും വലിയ വ്യത്യാസമാണ്. അപ്പോൾ 2 കിലോ ആണ് ചുജുമ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ കുറച്ചധികം തന്നെ ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് പെട്ടെന്ന് തന്നെ കുക്കിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മല്ലി
നല്ലതുപോലെ വറുക്കുക. വറുത്തിട്ട് അത് പാകമായി എന്ന് മനസ്സിലാവുന്നത് കൈ വെച്ചൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അത് രണ്ടായിട്ട് സ്പ്ലിറ്റായി വരുന്നതാണ് അതിൻ്റെ പരുവം. അങ്ങനെയാവുന്ന സമയത്ത് അതിലേക്ക് കുറച്ചധികം തന്നെ വേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം. ഈ വേപ്പിലയും പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റുമാണ് ഇതിൻ്റെ സ്മെല്ല് കൊടുക്കുന്നത്. ശരിക്കും ഈ മല്ലിപ്പൊടിക്ക് ജൂജുമ ഉണ്ടാക്കുന്ന ഈ മല്ലിപ്പൊടിക്ക് അത്രയും തന്നെ ആ ഒരു ഫ്ലേവർ കൊടുക്കുന്നത് ഈ പെരിഞ്ജീരകവും അതിൽ ആഡ് ചെയ്യുന്ന പെരിഞ്ജീരകവും ഈ വേപ്പിലയാണ്. പെരിഞ്ജീരകം 100 ഗ്രാം 2 കിലോയ്ക്ക് 100 ഗ്രാം എന്നുള്ളൊരു കണക്കിനാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പെരിഞ്ജീരകവും മല്ലിയും വേപ്പിലയും കൂടെ ചേരുന്ന സമയത്ത് ഇതിൻ്റെ കളറിന് തന്നെ ഭയങ്കര വ്യത്യാസമാണ്. ഇത്രയും കൂടെ ഡാർക്ക് ഷെയ്ഡ് വരും. അപ്പോൾ നമ്മുടെ ബീഫ് കറിക്കൊക്കെ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ലൊരു കളർ ഉണ്ടാവില്ലേ, അതിനൊരു ബ്ലാക്ക് കളർ ഉണ്ടാവില്ലേ, അങ്ങനത്തെ നല്ലൊരു കളറിലേക്ക് നമ്മുടെ കറി വയ്ക്കുമ്പോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മല്ലിപ്പൊടി ഉണ്ടാക്കുമ്പോൾ നമുക്ക് പറ്റും. ഭയങ്കര ഫ്ലേവർഫുള്ളാണ് കേട്ടോ. ഇങ്ങനെ മല്ലി നല്ലോണം വറുത്ത് ഇതുപോലെ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഈ നമ്മൾ ഉണ്ടാക്കുന്ന പൊടി കളറിൽ തന്നെ ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ. ഇത് നമുക്ക് കുറച്ചധികം നാൾ നല്ല ഫ്രഷ് ആയിട്ട് സ്റ്റോർ ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ബൈ.